അമ്മ എന്നെ ഒന്നും മിണ്ടാത്തേ? ഇതിന് വല്ല തീരുമാനം ഉണ്ടാക്കണ്ടേ? അതെ, ഇങ്ങനെ മിണ്ടായിരുന്ന എങ്ങനാ? എനിക്കിതിന് തീരുമാനമാക്കിയിട്ട് വേണം പോകാൻ. ഇന്ന് വൈകിട്ടേ എനിക്ക് ഫ്ലൈറ്റാ. അളിയന് മാത്രമേ തിരക്കുള്ളൂ. ഞങ്ങൾക്ക് പോയിട്ടെ കുറച്ച് പരിപാടി ഉള്ളതാ. ഇതിന് തീരുമാനം ഉണ്ടാക്കിയിട്ട് പോയാൽ മതി കേട്ടോ. നിങ്ങൾ ഒറ്റ ഒരുത്തി കാരണം അമ്മേ ഈ കയറി വന്നവൻ്റെയൊക്കെ വായിലേക്ക് ഞാൻ കേൾക്കുന്നത്. അളിയോ, ഞാൻ അങ്ങനെ ചുമ്മാ വലിഞ്ഞു കയറി വന്നതൊന്നുമല്ല. ഇവിടെ കെട്ടിയ വകുപ്പിലേ എനിക്ക് ഇനിയും കിട്ടാനുണ്ട്. അത് മേടിച്ചിട്ട് ഞാൻ പോകത്തുള്ളൂ. നിങ്ങളൊന്നും മിണ്ടാതിരി. നമ്മളിത് ഇവിടുന്ന് മേടിച്ചിട്ടേ പോവുള്ളൂ. ആ തള്ളേനിട്ട് എല്ലാവരും കൂടെ പന്ത് കെട്ടുക. പാവോ ബെസ്റ്റ്. നിനക്ക് ഈ തള്ളെ അറിയത്തില്ലാത്തോണ്ടാ. ഇവർ സൗകര്യം കൊടുക്കാത്തോണ്ടേ ഇവരെ കെട്ടുവാൻ ഈ വീട് വിട്ടു പോയിട്ട് 5-6 കൊല്ലമായി. ബെസ്റ്റ്. ഈ മക്കളൊക്കെ ഇപ്പം അത്യാവശ്യം നല്ല നിലയിലാണ്. ഇപ്പം രണ്ടിനും വീതം വേണം. അതിന് ഈ വീട് വിൽക്കണം. ഇതിപ്പോൾ ഈ ഒരാഴ്ചക്കുള്ളിൽ വീട് ഒഴിഞ്ഞു കൊടുക്കുകയാണെങ്കിൽ എടുക്കാൻ പാർട്ടി റെഡിയാ. അപ്പം നീ ഒന്ന് അമ്മയും കൂട്ടിക്കൊണ്ട് വീട്ടിൽ പോകണം. അത് ചേട്ടനും പോവാലോ. എന്നെ വല്ലയിടത്തും കെട്ടിച്ചു വിട്ടതാ. ഒരു കാര്യം ചെയ്യ്, അളിയൻ്റെ വീതം കൂടെ ഇവ കൊടുത്തേര്. ഞങ്ങൾ കൊണ്ടുപോയി നോക്കിക്കോളാം. ലേഡി അല്ല, അവരുടെ കെട്ടിയോനെ ഈ വീട് വിട്ടു പോകാൻ കാരണമല്ല. സത്യത്തിൽ പോയതല്ല, ഈ തള്ളയും മക്കളും കളയാലെ ഓടിച്ചാ. അതിനാ കാരണം. ഈ വീട് സത്യത്തിലേ ഈ പെണ്ണുമ്പിള്ളയുടെ വീട്ടുകാരൊക്കെ പണിത് കൊടുത്തതാ. വലിയ തറവാട്ടുകാരായിരുന്നു. ഇയാൾ വലിഞ്ഞു കയറി വന്നവരൊക്കെ ആയിരുന്നു ഇവരുടെ പെരുമാറ്റം. അപ്പം ഈ തള്ളയുടെ സ്വഭാവം മക്കളും പഠിച്ചിരിക്കുക. ഈ പിള്ളേർ അയാൾക്കൊരു സൗകര്യം കൊടുത്ത് കാണത്തില്ലായിരിക്കും. അതെ, അന്ന് അയാൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതേ കരഞ്ഞോണ്ടാ. തൽക്കാലം ഒരു കാര്യം ചെയ്, അമ്മയുടെ വീട്ടിൽ പോയി നിൽക്ക്. എനിക്കൊന്നും പറ്റത്തില്ല അവിടെ പോയി നിൽക്കാൻ. അവിടെ ചെന്ന് ആ നാത്തൂൻ്റെ മുഖം കാണണം. തന്നെയല്ല എൻ്റെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറയാൻ നിനക്കൊക്കെ എന്നെ അധികാരം? നിങ്ങൾ എൻ്റെ താനിക്കോണം അടുപ്പിക്കരുത്. അല്ല തന്നെ ഈ വയസ്സനം കാലത്ത് ഇവിടെ നിന്ന് എന്നെ കാണിക്കാനാ. അപ്പം നിങ്ങൾക്ക് 2 മക്കൾക്കും എന്നെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. പിന്നെ ഞാൻ എന്നാ ചെയ്യാനാ? അമ്മയൊന്ന് മനസ്സിലാക്കമ്മേ. ഞങ്ങൾക്ക് ബാംഗ്ലൂർ കൊണ്ടുപോകാനോ ചേട്ടന് ദുബായിലോ കൊണ്ടുപോകാൻ പറ്റുന്ന അവസ്ഥയല്ല. ഇപ്പം ഞാൻ എന്നാ ചെയ്യണമെന്നാണ് നിങ്ങൾ പറയുന്നത്? ഏതെങ്കിലും വൃദ്ധസദനത്തിൽ പോയി നിൽക്കണോ? അതാ നല്ലത്. ഇത് ഞങ്ങൾ എങ്ങനെ അങ്ങോട്ട് പറയാൻ ഓർത്തുകൊണ്ടിരിക്കുമായിരുന്നു. കേട്ടോടാ അവൻ പറഞ്ഞത്? നീ കേട്ടോടി നിന്റെ കെട്ടിയാൻ പറഞ്ഞത്? അത് തന്നെ എനിക്കും ചേട്ടനും പറയാനുള്ളത്. തൽക്കാലമേ അമ്മയ്ക്ക് ഇവിടെ വല്ലതും ഹോട്ടലിൽ വല്ല റൂം എടുത്ത് കൊടുക്കാം. അമ്മ അവിടെ നിന്ന് ആലോചിക്കട്ടെ. നാളെ രാവിലെ എന്നാണല്ലോ വീട് കൂട്ടി ഇറങ്ങണം. പോയി നോക്ക്. ആ വീട് നോക്കാൻ ആൾ വരാമെന്ന് പറഞ്ഞായിരുന്നു. പുള്ളിയായിരിക്കും. വെറുതെ സീൻ ഉണ്ടാക്കാൻ നിൽക്കണ്ട. ആ പേപ്പറിൽ ഒന്ന് ഒപ്പിട്ട് കൊടുത്തേരെ. ചെന്ന് വാതിൽ തുറന്ന് നോക്ക്. ഇയാളാ ഇറങ്ങിപ്പോയ ഭർത്താവ്. ഈ പ്രശ്നമായി ഇയാളിപ്പോൾ എങ്ങനെ അറിഞ്ഞു? അത് ഞാൻ വിളിച്ചു പറഞ്ഞു. ഇയാൾ ഈ വീട് വിട്ട് ഇറങ്ങിയപ്പോൾ മുതലേ എല്ലാ കാര്യങ്ങളും എന്നോട് ചോദിച്ചറിയുന്നുണ്ടായിരുന്നു. എന്നാലും ഇത്ര ഉപദ്രവം കാണിച്ച ഭാര്യയെ കാണണേ അയാൾ എന്തിനായിരിക്കും വന്നേ? അന്ന് ഈ പുള്ളി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ പിന്നെ ചേച്ചി പഴയ ആളല്ലായിരുന്നു. കുറ്റബോധം കൊണ്ടായിരിക്കാം ഇപ്പോഴും ഒരു മൗനം. പിന്നെ മക്കളെ പറഞ്ഞമായിരുന്നല്ലോ. എന്നാ വന്നേ? ഇവിടെ ആർക്കും വേണ്ടാത്ത ഒരു കരിയാപ്പില ഉണ്ടെന്ന് പറഞ്ഞു കേട്ട് വന്നതാ. പകരം വീട്ടാൻ വന്നതായിരിക്കും അല്ലേ? ഞാനിപ്പോൾ എന്നെ പകരം വീട്ടാനാ? അത് മക്കൾ നല്ല വെടിപ്പായിട്ട് ചെയ്തു തരുന്നുണ്ടല്ലോ. അതുപോരല്ലോ, കണക്ക് തീർത്ത് എനിക്ക് ഇനിയും കിട്ടാനില്ലേ? കിട്ടാനുള്ളതൊക്കെ കിട്ടി. വാ എൻ്റെ കൂടെ.